നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ വീണ്ടും കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കരാർ പ്രകാരമുള്ള സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിച്ചെടുത്തത് 1521 കോടി രൂപ. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കിണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കുത്തേറ്റ 2 പേരിൽ ഒരാൾ മരിച്ചു. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തി ഓടിയ ആന 1.5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരാളെയും ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ച് ലോറിയിൽ കയറ്റി. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കച്ചവടത്തിനായി എത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് ആനയുടെ കുത്തേറ്റ് മരിച്ചത്. പരിക്കേറ്റ പാപ്പാന്റെ നില അതീവ ഗുരുതരമാണ്. കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പാപ്പാനെ കുത്തിയ ശേഷം ഓടിയ ആന വഴിമധ്യേ ആനന്ദിനെയും ആക്രമിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പിന്നെയും 4 കിലോമീറ്റർ ഓടി കണ്ടാണശ്ശേരി ഭാഗത്തെത്തിയപ്പോഴാണ് ആനയെ തളയ്ക്കാനായത്. മരിച്ചയാളുടെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ വീണ്ടും കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ലോട്ടറി വിൽക്കുന്ന മങ്കര സ്വദേശി കിണറാമാക്കൽ വീട്ടിൽ 63 വയസ്സുള്ള കുഞ്ഞുമോനാണ് തട്ടിപ്പിനിരയായത്. 60 ലോട്ടറി ടിക്കറ്റുകളാണ് തട്ടിയെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഒരാൾ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്നും ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി കബളിപ്പിക്കുകയായിരുന്നു. ഇത് 4ാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത്. കുഞ്ഞുമോന്റെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ നോക്കിയപ്പോൾ 32 ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ ഗ്യാസിലത്തെ പിള്ളേരുള്ളത് അവിടെ അവർ തെരഞ്ഞെടുപ്പ് എടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. പൂക്കോട്, കാവല്ലൂർ, കീനൂർ, പാലക്കുന്ന്, തോട്ടുരുത്തി പ്രദേശത്തെ പാടശേഖരത്തിൽ ഇറങ്ങിയ കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നത്. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാരായ സുദർശൻ മത്തോളി, KT ജെയിംസ് എന്നിവരാണ് പന്നികളെ കൊന്നത്. വാർഡ് മെമ്പർ ജിഷ്മ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, TM പുഷ്പാകരൻ, ജോഷി കൊമ്പൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. ഏകദേശം 300 കിലോ തൂക്കമുള്ള പന്നികളെ നിയമപരമായി ഡീസൽ ഒഴിച്ച് കുഴിച്ചുമൂടി. ഒഴിഞ്ഞുകിടക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ക്രമാതീതമായി പെറ്റുപെരുകിയ കാട്ടുപന്നികളുടെ വർധനവ് കൃഷിക്കാർക്ക് വലിയ ഭീഷണിയാണ്. കാട്ടുപന്നി ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി പ്രവർത്തനം ശക്തമാക്കുമെന്ന് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. പിടികൂടിയ കാട്ടുപന്നികളെ നിയമപരമായി മറവു ചെയ്യുന്നതിന് കർഷകർക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു.
തിരുവനന്തപുരം വെളിയങ്കോട് സ്വദേശി മാങ്കളരി വീട്ടിൽ 40 വയസ്സുള്ള പ്രവീൺ ബി മേനോനാണ് അറസ്റ്റിലായത്. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിനായി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പറപ്പൂക്കര രാപ്പാൾ സ്വദേശി കോട്ടുവാല വീട്ടിൽ സുഭാഷാണ് തട്ടിപ്പിനിരയായത്. സുഭാഷിന്റെ മക്കൾക്ക് ജോലി വാഗ്ദാനം നൽകിയാണ് 1/2 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തത്. പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾ ലേബർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞിരുന്നത്. എറണാകുളം ജില്ലയിൽ സർക്കാർ ജോലിയുള്ള വീട്ടുടമസ്ഥയെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റി തരാമെന്നും പറഞ്ഞ് പ്രതി കബളിപ്പിച്ചിരുന്നു. ഇയാളുടെ തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സുഭാഷിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് SHO വി സജീഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ VD അജി, PS സുജിത് കുമാർ, A ജെറിൻ ജോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ അരുൺകുമാർ, ഷീല, പത്മിനി, ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്ട്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ മതിലകം പുതിയകാവിൽ വെച്ചായിരുന്നു അപകടം. ഗുരുവായൂരിൽ പോയി മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട് കാർ മരത്തിൽ ഇടിക്കുകയായിരുന്നു. കരാർ പ്രകാരമുള്ള സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിച്ചെടുത്തത് 1521 കോടി രൂപ. ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ 13 വർഷത്തെ കണക്കാണിത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5ഇടത്ത് പരിഹാര നടപടികൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നടത്തറ, മരത്താക്കര, പോട്ട ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്പനി വിവരാവകാശ രേഖയിൽ പറയുന്നു. 30 തീവ്ര അപകട സാധ്യതാ കവലകളിലും അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനുകളിലും ഇതുതന്നെയാണ് സ്ഥിതി. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപത്ത് പോലും സുരക്ഷാ സംവിധാനം ഒരുക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് തൃശൂർ DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കരാർ പ്രകാരമുള്ള പണികളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാകാതെ കമ്പനി ഇപ്പോഴും ടോൾ പിരിവ് തുടരുകയാണ്. പ്രതിദിനം 42,000 വാഹനങ്ങൾ ടോൾ നൽകി കടന്നു പോകുന്നുണ്ടെന്നും 52 ലക്ഷം രൂപ പിരിച്ചെടുക്കുന്നുണ്ടെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2022 നവംബറിൽ നടന്ന സുരക്ഷാ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ 11 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ 50 കവലകളിൽ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യു-ടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയവയാണ് പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കരാർ ലംഘനത്തിന്റെ പേരിൽ 2243.53 കോടി രൂപ കരാർ കമ്പനിക്ക് പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട ആർബിട്രേഷണൽ ട്രിബ്യൂണൽ നിലവിലുള്ള കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായത് കമ്പനിയെ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തലാണ്. കരാർ കാലാവധി തീരാൻ 3 വർഷം മാത്രമാണ് ഇനിയുള്ളത്. 2028 ടോൾ പിരിവ് കാലാവധി തീരുമെങ്കിലും ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയപാത 6 വരിയാക്കാനിരിക്കെ ടോൾ കൊള്ള തുടരാനിടയുണ്ടെന്നും അതിനെതിരെ സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ക്രെമിറ്റോറിയത്തിനോട് ചേർന്നുള്ള 45 സെന്റ് ഭൂമിയിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് ഈ ഭൂമി ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ബയോ മൈനിങ്ങിലൂടെ നടപ്പിലാക്കുക.
KSWMP പദ്ധതി പ്രകാരം ലോകബാങ്ക് ധനസഹായത്തോടെ സർക്കാർ അനുവദിച്ച വിവിധ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് ബയോ മൈനിംഗ്. 1,75,00,000 രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ബയോ മൈനിംഗ് നടത്തുന്നതിന് 20 നഗരസഭകളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പദ്ധതി പ്രകാരം ക്രിമിറ്റോറിയത്തിനും ആയുഷ് ഹോസ്പിറ്റലിനും ഇടയിലുള്ള 45 സെന്റ് ഭൂമിയിലെ നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും കുഴിച്ചെടുത്ത് ഇത് വേർതിരിക്കുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യുകയും ബാക്കി വരുന്ന മണ്ണ് ഈ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുന്നതുമാണ് പദ്ധതി. ഇതിനാവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചത്. ഈ ഭൂമിയോട് സമീപത്തുള്ള സ്ഥലത്ത് ബയോ മൈനിംഗ് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കിക്കൊടുക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 105 രൂപ കൂടി ഗ്രാമിന് 7,810 രൂപ, പവന് 62,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ എളവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കിനിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ വീണ്ടും കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കരാർ പ്രകാരമുള്ള സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിച്ചെടുത്തത് 1,521 കോടി രൂപ. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.